അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യം അത് സത്യമാണ് എന്ന് അദ്ദേഹം അങ്ങോട്ട് കട്ടായം പറയുന്നത് നമുക്ക് കാണാം, ഉറപ്പിച്ചു പറയുന്നത്. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടുന്നത് തന്നെ അങ്ങനെയാണല്ലോ. സിദ്ദീഖ് എന്ന് പേര് കിട്ടുന്നത് ഇസ്രാ മിഅ്റാജ് യാത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്ര കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം രാവിലെ അത് മക്കക്കാർക്ക് വിശദീകരിച്ചു കൊടുത്തപ്പോ, മക്ക കാലഘട്ടത്തിലാണല്ലോ ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. വിശദീകരിച്ചു കൊടുത്തപ്പോ അബൂജഹൽ കഅബയുടെ അടുക്കൽ നിൽക്കുന്നുണ്ട്. അബൂജഹൽ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, ഇപ്പൊ പറഞ്ഞ ആ കഥ ഉണ്ടല്ലോ, ഇന്നലെ രാത്രി നീ ഇവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജെറൂസലമിലേക്ക് പോയി. ജെറൂസലം എന്ന് പറഞ്ഞാൽ സിറിയ കഴിഞ്ഞിട്ട് പിന്നെയും ജോർദാൻ, സിറിയ, ലബനാൻ അതിന്റെ സൈഡിലാണ് കിടക്കുന്നത് ഫലസ്തീൻ. ആ ജെറൂസലമിലേക്ക് മക്കയിൽ നിന്ന് ഇന്നലെ രാത്രി നീ പോയി. ഒരു 20 ദിവസത്തെ ഒട്ടകത്തിന്റെ വഴി ദൂരം ഒരു സ്ഥലത്തേക്കുണ്ട്. 20 ദിവസം തിരിച്ചും വരണം. ഒരു രാത്രി കൊണ്ട് പോയി വന്നു. അത് മാത്രല്ല, സ്വർഗനരകങ്ങൾ കണ്ടു, 7 ആകാശങ്ങൾ സന്ദർശിച്ചു, നിരവധി പ്രവാചകന്മാരുമായി സംസാരിച്ചു, പ്രവാചകൻ കണ്ടു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് ആ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുമെന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഞാൻ പറയാന്ന് പറഞ്ഞു. അബൂജഹൽ എന്നാ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. പോയിട്ട് കുറേ ആൾക്കാരെ വിളിച്ചുട്ടി കൊണ്ടുവന്നു. ആളുകൾ മുഴുവൻ ഇങ്ങനെ വട്ടം കൂടി നിന്നു. പ്രവാചകൻ ആ യാത്രയെക്കുറിച്ച് പറഞ്ഞു. ഇന്നലെ രാത്രി ഇങ്ങനെ ഞാൻ പോയി, അവിടെ നിന്ന് വാനലോകത്തിലേക്ക് കയറിപ്പോയി, സ്വർഗനരകങ്ങൾ കണ്ടു, ഇന്ദ സിദ്റത്തിൽ മുൻതഹ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ആ യാത്രയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അബൂജഹൽ അങ്ങോട്ട് ചിരിച്ചു. ആളുകളൊക്കെ ആർത്ത് ചിരിച്ചു. മുഹമ്മദേ, എനക്കൊരു ഇത്തിരി പ്രശ്നമുള്ളൂ എന്നാണ് ഞങ്ങൾ കരുതിയത്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയി വരാൻ പറ്റുമോ? സാധ്യമല്ല എന്ന് പറഞ്ഞു. ആളുകളൊക്കെ പ്രവാചകനെ പരിഹസിക്കുന്നു. മുസ്ലിങ്ങൾക്ക് പോലും ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. എന്തു പറയും? ആശങ്കയിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. അപ്പൊ ആളുകളൊക്കെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അദ്ദേഹത്തെ വീട്ടിൽ പോയി വാതിലിന് കൊട്ടി. വാതിൽ തുറന്ന് അബൂബക്കറിനോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നു എന്ന് പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ ചോദ്യ, അവഖാല ദാലിക്, അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? അപ്പൊ അവർ പറഞ്ഞു, ബല, അദ്ദേഹം അങ്ങനെ പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, എന്നാൽ അത് സത്യമായിരിക്കും. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് സത്യമായിരിക്കും. അവരാകെ അന്താളിച്ചു പോയി. അവർ അബൂബക്കർ കൂടി ഒരു അസ്വസ്ഥനാകുന്നു കരുതിയിട്ടാ വന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, ഇതിനേക്കാൾ ബഗീദായ, ബഗീദ് എന്ന് പറഞ്ഞാൽ വിദൂരമായ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ ദിവസവും ആകാശലോകത്ത് നിന്ന് മാലാക ജിബ്രീൽ അലൈഹിസ്സലാം ദൈവബോധനവുമായി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നു. ആ വഹി അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന ഇതിനേക്കാൾ അബ്ഗദായ, ബഗീദ് എന്നല്ല പറഞ്ഞത്, അബ്ഗദായ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എനിക്ക് അദ്ദേഹം ഇങ്ങനെ പോയി വന്നത് പറഞ്ഞത് വിശ്വസിക്കാൻ മടി എന്ന് പറഞ്ഞതോടുകൂടി ആളുകളുടെ വായ അടഞ്ഞു, മറുപടി പറയാനല്ല. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അള്ളാന്റെ റസൂൽ എവിടെ? അദ്ദേഹം കഅബയുടെ അടുക്കലുണ്ട്. ആളുകൾ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ അവിടേക്ക് ഓടിച്ചെന്നു. ആളുകൾ വട്ടം കൂടി നിൽക്കുക പ്രവാചകന്റെ ചുറ്റോടും. ആളുകളെ വകഞ്ഞു മാറ്റി പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്ന് അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നലെ രാത്രി താങ്കൾ ഇങ്ങനെ പോയി അല്ലേ? റസൂൽ പറഞ്ഞു, അതെ ഞാൻ പോയി, അത് സത്യമാണ്, താങ്കൾ പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലാഹു ആ രാപ്രയാണം അവന്റെ പ്രവാചകന് നടത്തിയിട്ടുണ്ട്. അത് ഖുർആനിൽ വന്ന വഹ്യാണ്, സത്യമാണ്. അള്ളാഹുവിന്റെ കലാം, അത് യാഥാർത്ഥ്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ അടിയുറച്ചു നിന്ന മനുഷ്യനായിരുന്നു. വഹീന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അത്രയും ഒരു ദൃഢമായ നിലപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയത്. അപ്പോഴല്ല, വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിക്കുന്ന ഒരു പൂർണ്ണ അധ്യായം എന്ന് പറയുന്നത് സൂറത്ത് നസ്ർ ആണല്ലോ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ആ സൂറത്ത് അവതരിച്ചതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പൊ ആളുകളൊക്കെ അന്താളിച്ചു, എന്തിനാ ഇദ്ദേഹം കരയുന്നത്? എന്തിനാ അദ്ദേഹം കരയുന്നത്? ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രവാചകന്റെ ദൗത്യം അവസാനിച്ചു,
അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ പോകാണ് എന്ന വിവരമാണ് ഈ സൂറത്ത്. സൂറത്ത് നസ്റിന്റെ മറ്റൊരു പേരാണ് സൂറത്തു തൗദിയ, വിടവാങ്ങൽ അധ്യായം. അദ്ദേഹത്തിന് മനസ്സിലായത് അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്ന് ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി ഈ ദീനിലേക്ക് കടന്നു വരും. മക്ക വിജയം കഴിഞ്ഞു, എല്ലാ ഗോത്രങ്ങളും ഇസ്ലാമിലേക്ക് വന്നു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞു, ത്വായിഫും ഇസ്ലാമിലേക്ക് വന്നു. ത്വായിഫിന്റെയും മക്കയുടെയും മദീനയുടെയും അധിപനായിക്കൊണ്ട് മദീന എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിജയമാണ്, ഗോത്രങ്ങൾ കൂട്ടമായി വന്നിരിക്കുന്നു. സിറിയയുടെ അതിർത്തി വരെ ഇസ്ലാമിന്റെ ചക്രവാളം വികസിച്ചിരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ഗോത്രങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പ്രവാചകന്റെ ദൗത്യം പൂർത്തിയാകാണ്. റസൂൽ ഈ ലോകത്തുനിന്ന് യാത്ര പറയാൻ പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഉൾക്കൊണ്ടു. അദ്ദേഹത്തിന് അത് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത്. പ്രവാചകനെ ഇങ്ങനെ അടുത്തു നിന്ന് സ്നേഹിച്ച അറിഞ്ഞ ഒരു കൂട്ടർ, അവരാണ് സ്വഹാബികൾ. അവരുടെ ജീവിതം നമുക്ക് വലിയ ഒരു മാർഗദർശനമാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് റസൂലിനെ ആ രൂപത്തിൽ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയങ്കരനായി സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും അവന്റെ മലായികത്തുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഈ ഇസ്ലാം എന്ന് പറയുന്ന ദീൻ, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വലിയ ത്യാഗമാണ് പ്രവാചകൻ സഹിച്ചത്. അദ്ദേഹം നേരിട്ട കൊടിയ പീഡനങ്ങൾ, അദ്ദേഹം കടന്നു വന്ന ദുർഘടമായ വഴികൾ, ഏതൊരവസരത്തിലും ഇട്ടേച്ചു പോകാവുന്ന ഒരു ദൗത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷെ ആ മാർഗത്തിൽ അദ്ദേഹം അചഞ്ചലനായി നിലകൊണ്ടു. അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നടന്നു. ഒരു സമൂഹം അദ്ദേഹത്തിന്റെ പിന്നാലെ എഴുന്നേറ്റ് വന്നു. ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനും സാധ്യമാകാത്ത അത്ഭുതം നടന്നു. ഒരു വ്യക്തി കൊണ്ടുവന്ന ദർശനം, ആ വ്യക്തിയുടെ ജീവിതകാലത്ത് പ്രാവർത്തികമായ ഒരു സംഭവം ലോക ചരിത്രത്തിലില്ല. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാതെ 23 വർഷം കൊണ്ട് എന്താണോ തനിക്ക് പഠിപ്പിക്കേണ്ടത് അത് പ്രായോഗികമായ ഒരു സമൂഹത്തെ അദ്ദേഹം ഈ ലോകത്തിലേക്ക് കാഴ്ചവെച്ചു. മറ്റൊരാൾക്കും അത് കഴിഞ്ഞിട്ടില്ല. പല ഉട്ടോപ്യൻ സിദ്ധാന്തങ്ങളും ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. സോഷ്യലിസവും കമ്മ്യൂണിസവും മനുഷ്യന്റെ വിമോചനത്തിന്റെ പുതിയ പുതിയ സ്വപ്നങ്ങൾ ഓരോ കാലങ്ങളിലും ഓരോ ദാർശനികന്മാരും പറഞ്ഞു വെച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതകാലത്തോ അവർ മരണപ്പെട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടോ അവരുടെ ചിന്താധാരക്ക് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ലോക ചരിത്രത്തിൽ. എന്നാൽ പ്രവാചകൻ അദ്ദേഹം കൊണ്ടുവന്ന മനുഷ്യ വിമോചനത്തിന്റെ സിദ്ധാന്തം ഇസ്ലാം പ്രവാചകന്റെ 23 വർഷക്കാലത്തെ പ്രബോധന കാലഘട്ടത്തിൽ തന്നെ പ്രാവർത്തികമാവുകയും പ്രായോഗികമായി ജീവിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകൾ, പ്രിന്റിംഗ് കോപ്പികളല്ല. ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ. പ്രവാചകന്റെ മരണാനന്തരമാണ് അത് നടന്നത്. എന്നാൽ അവിടെ വിശുദ്ധ ഖുർആനിന്റെ പതിപ്പുകൾ ഉണ്ടായിരുന്നു. അത് മനുഷ്യ ശരീരങ്ങളായിരുന്നു. മജ്ജയും മാംസവും നീരും രക്തവുമുള്ള മനുഷ്യ സമൂഹങ്ങളായിരുന്നു അവിടെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ ജീവിക്കുന്ന ഏടുകളും പതിപ്പുകളുമായി ആയിരക്കണക്കിന് 10,000-കണക്കിന് അനുചരന്മാർ ചരിത്രത്തിൽ ഇടം പിടിച്ചു. അതാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ ഉണ്ടാക്കിയ വിപ്ലവം. അതിന് തുല്യമായതൊന്നും ഇതുവരെ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. പ്രവാചകനെ ഈ രൂപത്തിൽ മനസ്സിലാക്കാനും പ്രവാചകനെ ആ രൂപത്തിൽ സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു നമ്മളിൽ നിന്ന് ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്തിൽ ഏറ്റവും കനം തൂങ്ങുന്ന അമലായി ഈ സമയവും ഈ അധ്വാനവും ഈ സംസാരവും എല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.